നമസ്കാരം. ക്രൈം നന്ദകുമാറിന്റെ വായടയ്ക്കാനും ക്രൈമിനെ പൂട്ടിക്കെട്ടാനും CPM ശ്രമം തുടങ്ങിയിട്ട് കാലമേറെയായി. ക്രൈമിന്റെ ഓഫീസ് വരെ തീയിട്ട് നശിപ്പിക്കാൻ നോക്കി. രാഷ്ട്രീയ താല്പര്യത്തോടെ CPM നടത്തിയ ഈ ശ്രമങ്ങളെല്ലാം തന്നെ കേരളവും പ്രത്യേകിച്ച് മാധ്യമലോകവും നേരിൽ കണ്ട ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. ഭരണകൂടം ഒരു മാധ്യമത്തിനെതിരെ ഇരു കൈകളിലും വാളോങ്ങി ആക്രോശിക്കുമ്പോൾ അതെല്ലാം നിസ്സാരമായി കണ്ട ചരിത്രമേ ക്രൈമിനുള്ളൂ. അതാണ് ക്രൈം നന്ദകുമാർ എന്ന ഒറ്റയാൾ പട്ടാളത്തിന്റെ കരുത്ത്. കാലം മാറുന്നതിനൊപ്പം ക്രൈമും മാറി. ക്രൈം നന്ദകുമാറിനൊപ്പം ഇന്ന് ഒരു കൂട്ടം മാധ്യമ പടയാളികൾ കൂടി പേനയുമായി ഒപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്രൈമിനെ, പ്രത്യേകിച്ച് ക്രൈം നന്ദകുമാറിനെ തകർക്കുക എന്നത് അസാധ്യമാണെന്നത് കൂടി CPMന്റെ പല കൂലിത്തൊഴിലാളികളും തിരിച്ചറിയുകയായിരുന്നു. നടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ ഉമാ തോമസ് MLA ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. വിചാരണ കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് അതിജീവിത പറഞ്ഞ സംഭവത്തിൽ ഉമാ തോമസ് എഴുതിയ കുറിപ്പ് വൈറലാവുകയായിരുന്നു. കോടതികളോട് ഈ നാട്ടിലെ സാധാരണക്കാർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഇടവരുത്തരുത്. സത്യസന്ധരായ ന്യായാധിപരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്ന പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റുകൂടാ. നീതി സംരക്ഷിക്കാനുള്ള യാത്രയിൽ ഞാനും ഒപ്പമുണ്ട്. അതിജീവിതയോട് ഉമാ തോമസ് പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകൾ കേരളത്തിലെ കോടതികൾക്ക് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇതിവിടെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ കോടതി കേസെടുത്ത സംഭവം പറയാനാണ്. ക്രൈം ചീഫ് എഡിറ്റർ കൂടിയായ ക്രൈം നന്ദകുമാർ നൽകിയ പരാതിയിൽ 14 വർഷത്തിന് ശേഷമാണ് തിരുവനന്തപുരം CGM കോടതി കേസെടുത്തിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. മോഷണക്കുറ്റം അടക്കം കുറ്റങ്ങൾ ചുമത്തിയിട്ടുള്ള കേസിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്ക് ഒത്താശ ചെയ്ത DGP പത്മകുമാർ, ശോഭന ജോർജ് എന്നിവരും പ്രതികളായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P. ശശി തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ തന്റെ കസേര ദുർവിനിയോഗം ചെയ്തെന്ന് പച്ചയായി ലോകത്തോട് വിളിച്ചു പറയുന്ന കേസിൽ പ്രതികളോട് മെയ് 31-ന് ഹാജരാകാൻ നിർദ്ദേശിച്ച് കോടതി സമൻസ് അയച്ചിരിക്കുകയാണ്. 2010-ൽ ക്രൈം ചീഫ് എഡിറ്റർ കൂടിയായ പ്രശസ്ത പത്രപ്രവർത്തകൻ ക്രൈം നന്ദകുമാർ നൽകിയ പരാതിയിലാണ് ഈ കേസ്. അന്തരിച്ച IPS ഉദ്യോഗസ്ഥൻ അരുൺകുമാർ സിൻഹയും ഈ കേസിൽ പ്രതിയാണെന്നതാണ് ശ്രദ്ധേയം. CPMന്റെ രാഷ്ട്രീയ തേർവാഴ്ചയുടെ നഗ്നമായ മുഖം മൂടി വലിച്ചു കീറപ്പെടുന്ന ഈ കേസിൽ 1999-ൽ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിലാണ് 14 വർഷത്തിനു പിന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കോടതിയുടെ ഈ നടപടി. മോഷണക്കുറ്റത്തിന് പുറമെ പ്രതികൾക്കെതിരെ അന്യായമായി തടങ്കലിൽ വെക്കൽ, ഭീഷണിപ്പെടുത്തൽ, വ്യാജ തെളിവ് നൽകൽ, ഇലക്ട്രോണിക് തെളിവുകൾ നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്ന ശോഭന ജോർജിന്റെ പരാതിയിൽ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്രൈം നന്ദകുമാറിനെ ശോഭന ജോർജിന്റെ പരാതിയിൽ നായനാർ സർക്കാരിന്റെ ഭരണകാലത്തായിരുന്നു അറസ്റ്റ് ചെയ്യുന്നത്. അന്നത്തെ മുഖ്യമന്ത്രി നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P. ശശിയുടെ പിൻബലത്തിലായിരുന്നു അറസ്റ്റ് ഉണ്ടായിരുന്നതാണ് ഹർജിക്കാരനായി നന്ദകുമാർ ആരോപിച്ചിരിക്കുന്നത്. 2010-ൽ ഫയൽ ചെയ്ത കേസിൽ 14 വർഷത്തിനു ശേഷമാണ് കോടതി കേസെടുത്തിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇത്രയും കാലം പോലീസ് അട്രോസിറ്റിയുമായി ബന്ധപ്പെട്ട ഈ കേസും ഫയലുകളും കോടതി മുറിയിൽ അടയിരിക്കുകയായിരുന്നു. ശോഭന ജോർജിനെതിരെ വാർത്ത പ്രസിദ്ധീകരിക്കാതിരിക്കാൻ 5 ലക്ഷം രൂപ നന്ദകുമാർ ആവശ്യപ്പെട്ടിരുന്നെന്നും പണം നൽകാത്തതിനാൽ വാർത്ത പ്രസിദ്ധീകരിച്ചെന്നും ഉള്ള വ്യാജ ആരോപണം ഉന്നയിച്ചായിരുന്നു ശോഭന ജോർജ് പരാതി നൽകുന്നത്. മ്യൂസിയം പോലീസ് കേസ് എടുത്തതിന് പിന്നാലെ കോഴിക്കോട്ടെ വീട്ടിൽ നിന്ന് 1999 ജൂൺ 30-ന് രാത്രി നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. നന്ദകുമാറിന്റെ വീടും ഓഫീസും പോലീസ് റെയ്ഡ് ചെയ്ത് മറ്റു മാധ്യമ വാർത്തകളുമായി ബന്ധപ്പെട്ട രേഖകൾ വരെ പോലീസ് എടുത്തുകൊണ്ടു പോയിരുന്നു. മുഖ്യമന്ത്രി നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P. ശശിയുടെ സ്വാധീനത്തിലാണ് അറസ്റ്റ് ഉണ്ടായതെന്ന് ഇക്കാര്യത്തിൽ ക്രൈം നന്ദകുമാർ ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഇക്കാലത്ത് ഐസ്ക്രീം പാർലർ കേസ് ഒതുക്കാൻ P. ശശി 1 കോടി രൂപ വാങ്ങിയെന്നാരോപിച്ച് നന്ദകുമാർ വാർത്ത നൽകിയിരുന്നു. ചെങ്ങന്നൂർ MLA ആയിരുന്ന ശോഭന ജോർജ് ചെങ്ങന്നൂർ സ്വദേശിയുടെ മകന് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 1.5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതായും നന്ദകുമാർ വാർത്ത കൊടുത്തിരിക്കുമ്പോഴായിരുന്നു ഈ സംഭവം. ഇതിനൊക്കെയുള്ള പ്രതികാരം തീർക്കാനാണ് P. ശശിയും ശോഭന ജോർജും ചേർന്ന് അന്നത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായ അരുൺകുമാർ സിൻഹയെ കൊണ്ട് കേസെടുപ്പിച്ച് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായ
കെ പത്മകുമാറിനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചതെന്നാണ് ഹർജിയിൽ നന്ദകുമാർ ആരോപിക്കുന്നത്. നന്ദകുമാറിനെതിരെ പോലീസ് എടുത്ത കേസ് പിന്നീട് ഹൈക്കോടതി റദ്ദാക്കുകയാണ് ഉണ്ടായത്. 2010 ഫയൽ ചെയ്ത കേസിൽ 14 വർഷക്കാല സമയമാണ് കേസെടുത്ത പ്രതികൾക്ക് സമൻസ് അയക്കാൻ കോടതിക്ക് വേണ്ടി വന്നത്. ഹർജിക്കാരന് വേണ്ടി അഭിഭാഷകരായ പുഞ്ചക്കരി രവീന്ദ്രൻ നായർ, കിരൺ PR എന്നിവരാണ് ഹൈക്കോടതിയിൽ ഹാജരായിരുന്നത്. നന്ദി.